ഹായ് നമസ്തേ ഓൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീകുമാർ ഗോപിനാഥൻ. ഞാൻ CCയുടെ യോഗ ട്രെയിനറാണ്. നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ശരിക്കും യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയൽ ടൈം എപ്പോഴാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം നമ്മുടെ യോഗ ഗോളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മ മുഹൂർത്തമാണ്. അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുൻപ് ഉള്ള ഒരു 45 മിനിറ്റ്സ് ആണ്. ഈ ഒരു സമയത്ത് നമ്മുടെ എൻറ്റയർ യൂണിവേഴ്സ്, നമ്മുടെ ഈ പ്രകൃതി മൊത്തം വളരെ കാം ആൻഡ് ക്വയറ്റായിരിക്കും. അപ്പോൾ നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മുടെ മൈൻഡും വളരെ കൂളായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ യോഗ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കും. കാരണം ആഴത്തിൽ നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന സാധനങ്ങളുടെ എല്ലാം ഡെപ്ത് നമുക്ക് വളരെ ആഴത്തിൽ തന്നെ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ്, നിങ്ങളൊരു തെറാപ്യൂട്ടിക് യോഗ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ അത് മാറാനായിട്ട് നിങ്ങൾ ആൾട്ടർനേറ്റീവ് തെറാപ്പി എന്ന രീതിക്ക് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഏത് ടൈം ആയിരിക്കും നമുക്ക് കറക്റ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വാദം, പിത്തം, കഫം എന്ന് 3 രീതിക്കുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന അസുഖം ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, ഈ കാറ്റഗറി അനുസരിച്ച് ഇതിൻ്റെ ഒരു ആധിക്യം ഓരോ സമയത്തും കൂടുതലായിരിക്കും. ഇപ്പോൾ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് നമുക്ക് വാദദോഷം വളരെ കൂടുതലാണെന്ന് വിചാരിക്കും. ആ ഒരു സമയത്താണ് കൂടുതലാവുന്നത്. അപ്പോൾ വാദദോഷം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ ക്യൂർ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്താണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിസീസിനെ ക്യൂർ ചെയ്യാനുള്ള പ്രാക്ടീസിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മുതൽ 7 വരെയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഐഡിയൽ ആയിട്ടുള്ള സമയം 6 മണി മുതൽ 7 മണി വരെയും. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ ഒരു വളരെ തിരക്കുള്ള ഒരു തൊഴിൽ ജീവിതം നയിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ മോർണിംഗ് ടൈമിലൊക്കെ നമ്മൾ കോർപ്പറേറ്റ് ലൈഫിൽ, ഇപ്പോൾ ഏതൊരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെ എത്തുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ആ രാവിലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഈവനിങ് ടൈമിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരു ഡേയുടെ സ്ട്രെച്ച് മൊത്തം കഴിയുക, നമുക്കൊന്ന് റിലീഫ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആളുകളുടെ ഒരു ഐഡിയൽ ടൈം എന്നുള്ളത് യോഗ പ്രാക്ടീസ് ചെയ്യാൻ വൈകുന്നേരമാണ് അവരുടെ ഐഡിയൽ ആയിട്ടുള്ള ടൈം. അപ്പോൾ ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യോഗ ഗോൾ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഏത് സമയത്താണെങ്കിലും യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അത് നമ്മുടെ യോഗ ഗോൾ അനുസരിച്ചിരിക്കും. അപ്പോൾ യോഗയെ പറ്റി കൂടുതൽ അറിയുവാനും യോഗ TTC കോഴ്സ് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് അറിയുവാനായിട്ട് താഴെ കാണുന്ന നമ്മുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ 9544455225.